നമസ്കാരം ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു ജില്ലേനെ പറ്റി പറയുമ്പം തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മുന്നേ തന്നെ നമ്മൾ പല സിനിമകളിലും സീരിയലുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലങ്ങളും അതുപോലെ പേരുവട്ട, മട്ടാഞ്ചേരി മാർട്ടിൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ നമ്മൾ ഒരുപാട് നാട് വിറപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് മെയിനായിട്ടുള്ള പേര് അലിൻ ജോസ് പെരേര, അല്ലെങ്കിൽ ആറാട്ടണ്ണൻ, അല്ലെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരൻ, ഇന്നിങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പേരാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു ലേഡീൻ്റെ പേരും കേൾക്കുന്നുണ്ട്. ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട്, അവരൊരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഈ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട പാർട്ടിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അവരുടേതായിട്ടുള്ള പാർട്ടിയാണെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യവും, അല്ലെങ്കിൽ അവരുടെ മതമാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ആ മതക്കാർ നല്ലതാണെന്ന് പറയുന്ന ഒരവസ്ഥ. അല്ലാത്തവരാണെങ്കിൽ ചെയ്തതൊക്കെ പോക്ക്. ഒരു കലാകാരനെ വരെ വിലയിരുത്തുന്നത് ഇപ്പം അവരുടെ ജാതിയും മതവും അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലവും നോക്കിയിട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ആൾ, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ അലിൻ ജോസ് പെരേര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വ്യൂസിനെ പറ്റി ഞാൻ നോക്കി. കാരണം മില്യൺ കണക്കിന് വ്യൂസും ഒരുപാട് ആൾക്കാർ അറിയുന്ന തലത്തിലേക്ക്, അതായത് കോളേജ് ഇനോഗ്രേഷൻ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഇവരെ വിളിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ എന്ത് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ സമൂഹം അംഗീകരിക്കണമെങ്കിൽ ഒരുപാട് താമസമുണ്ട്. നിങ്ങളിപ്പോൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ സമൂഹം അംഗീകരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. തുടക്കത്തിൽ എന്തായാലും നിങ്ങളെ എല്ലാ ആൾക്കാരും കളിയാക്കുക മാത്രമേ ഉള്ളൂ. കളിയാക്കുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൂടി വരുന്നൊരവസ്ഥ തന്നെയാണ്. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തുടക്കത്തിൽ ഒരുപാട് കളിയാക്കിയിട്ടുള്ളതാണ്. പക്ഷേ കളിയാക്കിയ ആളെ തന്നെ കൈയടിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കണ്ട വീഡിയോസ്, അതായത് അലിൻ ജോസ് പെരേര ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മളിപ്പോൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. ഇൻ കേസ് അവരിനി മലയാള സിനിമയിൽ നിറഞ്ഞാടുമോ? ഒരുപാട് കഥാപാത്രങ്ങളായിട്ടും അതുപോലെ തന്നെ നായകന്മാരായിട്ടും വില്ലനായിട്ടും ഒക്കെ നിറഞ്ഞാടുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതോ അല്ലെങ്കിൽ പൊക്കി പറയുന്നതോ ഒന്നുമല്ല. ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന സമയത്തും ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പം ഇവർ തന്നെ ഇവരുടെ വരുമാനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും അവരിപ്പം പലതരത്തിലുള്ള അതായത് ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട പല പരിപാടികളും ചെയ്യുന്ന സമയത്ത് ഈ അലിൻ ജോസ് പെരേരയ്ക്ക് കിട്ടുന്ന വരുമാനമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്കറിയില്ല സത്യമായിട്ടുള്ള കാര്യമാണോ എന്താണോ എന്നുള്ളത്. ഈ ഒരു അടുത്ത കാലത്താണ് ഞാൻ ഇവരുടെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത്. ഏതായാലും നിങ്ങൾക്കറിയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പറ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷേ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത്, തുറക്കുന്ന സമയത്ത് ഇവരുടെ വീഡിയോസ് മാത്രമേ നമ്മളിപ്പോൾ കാണാറുള്ളൂ. മറ്റുള്ള വീഡിയോസിനേക്കാൾ വളരെ പ്രധാനമായിട്ട് കയറി വരുന്നത് ഇവരുടെ വീഡിയോ ആണ്. ഒരുപാട് ഫോളോവേഴ്സ് കാണുന്നുണ്ട്, മില്യൺ കണക്കിന് വ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടെ അറിയണം. ഏതായാലും ഒരു കാര്യം പറയാം. ഇപ്പം കളിയാക്കുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പക്ഷെ കളിയാക്കുന്ന ആൾക്കാർ, നിങ്ങൾ കളിയാക്കുന്ന ആൾക്കാരെ കൊണ്ട് ഈ കളിയാക്കപ്പെടുന്ന വ്യക്തിക്ക് റീച്ച് കൂടുകയും അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ മണ്ടന്മാരാകുന്നതാരാ? കളിയാക്കുന്ന ആൾക്കാരല്ലേ. നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണത്. എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും കളിയാക്കും. ഇവരെ പോലുള്ള ആൾക്കാരെയും കളിയാക്കുന്നുണ്ട്. പക്ഷെ പല സമയത്തും ട്രോളുകൾ വരുന്നത് അവരുടെ റീച്ച് കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അതിലൂടെ അവരുടെ വരുമാനം ചിലപ്പം മെച്ചപ്പെടുന്നതായിട്ടാണ് ഭൂരിപക്ഷവും എനിക്ക് തോന്നിയ ഒരു കാര്യം. അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഇവർക്ക് കഴിവുണ്ടോ അല്ലെങ്കിൽ കഴിവില്ലേ എന്നുള്ള കാര്യമല്ല. നിങ്ങൾ ഈ ട്രോളുന്ന കാരണം, അതായത് കഴിവില്ലാത്ത മണ്ടനാണ് എന്ന് പറഞ്ഞ് ട്രോളുന്നത് കാരണം ഈ ട്രോളപ്പെടുന്ന വ്യക്തിക്ക് അതിലൂടെ റീച്ചും അതിലൂടെ വരുമാനവും കൂടുതൽ ആൾക്കാർ അറിയുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ വിജയിച്ചില്ലേ? ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് അവരുടെ വരുമാനത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിൽ പറഞ്ഞ പോലെയൊന്നും കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം എന്നും കൂടി അറിയാനുള്ളൊരു ആകാംക്ഷ. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒരുപാട് സമയമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ സിനിമാ നടന്മാർക്കാണ് മാർക്കറ്റിംഗ് എങ്കിൽ
ഇപ്പം കാലം മാറി. എന്താ വെച്ചാൽ ഇപ്പം റീൽസൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വിളിച്ചുകൊണ്ടാണ് അവർ തന്നെ പല സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്ന ഡേറ്റിന് സിനിമ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടന്മാരിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് കാണുന്നത്. അപ്പം കാലം മാറി വന്നു. അങ്ങനെ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ ശരിക്കും വിജയിച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെയല്ലേ. അവരെ നിങ്ങൾ കളിയാക്കുന്നതിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ പരിഹസിക്കുന്ന കാര്യങ്ങളിലൂടെയും അവർ സ്ഥിരമായിട്ട് അവരുടെ വരുമാനം അല്ലെങ്കിൽ ഒരുപാട് രൂപ അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് കണ്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാരും മണ്ടന്മാരെ തന്നെയല്ലേ ആവുക. എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വിചാരിച്ചിട്ടാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് വീഡിയോസ് ഈ രേണു സുധി എന്ന് പറയുന്ന ലേഡിയുമായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമ ടൈപ്പിലുള്ള എന്തൊക്കെയോ ഷൂട്ടിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലുള്ള വീഡിയോസും കാണുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വീഡിയോ തന്നെയാണ്. ആ കോളേജിൽ വന്ന സമയത്തും കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് അവിടെ. പക്ഷേ അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കളിയാക്കുന്നതാണ്, ഇവനെ കളിയാക്കുന്നതാണ്. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കളിയാക്കുന്നതാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു കോളേജിലോട്ട് ഒരു ഇനോഗ്രേഷൻ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചില്ലേ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കളിയാക്കാനാണെങ്കിൽ ഒരു കോളേജിലോട്ട് ചീഫ് ഗസ്റ്റായിട്ട് ആരെങ്കിലും വിളിക്കുമോ? ഒരു സെലിബ്രിറ്റി ആയിട്ട് അവിടെ വിളിച്ചു. അത്രയും ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു കോളേജ്. ആ കോളേജിലോട്ട് ഏത് കോളേജാണെന്നൊന്നും എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ടില്ല. ഏതായാലും ആ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കളിയാക്കാനായിട്ട് ഇത്രയും വലിയൊരു കോളേജിലേക്ക് ഒരു ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുമോ? അങ്ങനെ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് കളിയാക്കപ്പെടുന്നതെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു പൊട്ടനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മണ്ടനാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നു ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, അതായത് മുന്നേ ഇപ്പോൾ സിനിമാ നടന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ, മുന്നേ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നടന്മാർക്കാണ് മാർക്കറ്റിങ്. പക്ഷെ നടന്മാർ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളെ ഉപയോഗിക്കുന്നു. അതാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭാവിയിലുള്ള സിനിമകളിൽ ഈ അലിൻ ജോസ് പെരേരയെ പോലെയുള്ള ആൾക്കാർ സിനിമാ നടനായിട്ട് വരില്ലേ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറ. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു വീഡിയോസ് നിരന്തരമായിട്ട് കണ്ടത് കൊണ്ടൊന്ന് ചെയ്യണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പറ. ഫ്യൂച്ചറിലൊരു നടനായിട്ട് വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കുമോ, അല്ലെങ്കിൽ മണ്ടനാണോ അല്ലെങ്കിൽ ബുദ്ധിമാനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട്? കമൻറ്റ് ചെയ്യും.